പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു. ഞാറക്കോട് സ്വദേശിയായിട്ടുള്ള കുമാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ് മരിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് DFO നമുക്കിപ്പം ചേരുന്നുണ്ട്. സാർ, വീണ്ടും ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ് ഉള്ളത്. നിലവിൽ അവർ പറയുന്നത് കളക്ടറോ അല്ലെങ്കിൽ RDO വരണം എന്നുള്ളതാണ്. കാരണം സ്ഥിരമായി അവർ പറയുന്നുണ്ട് ഇവിടെ റെയിൽ ഫെൻസിങ് സ്ഥാപിക്കണം എന്നുള്ളത് 2017 ഉത്തരവായെന്ന് പറയുന്നു. പക്ഷേ ആ ഉത്തരവൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രതിഷേധത്തിന് കാരണമായി അവർ പറയുന്നത്. അല്ല, നമ്മൾക്ക് ഓൾറെഡി ഇവിടെ ഇപ്പോൾ ആനക്കിടങ്ങുണ്ട്, ചെറിയ തോതിലൊരു ആനമതിലുണ്ട്, പിന്നെ തൂക്കുവേലി കുറേ ഭാഗങ്ങളുണ്ട്. ഇനി പുതിയൊരു 50 കിലോമീറ്റർ തൂക്കുവേലി ഓൾറെഡി നമ്മൾ പോലീസ് ഹൗസിംഗ് കോർപ്പറേഷനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞൊരു കുറച്ച് മാസങ്ങളായിട്ട് ഈ ഭാഗത്ത് കോർമ ഭാഗത്ത് ഇല്ലെങ്കിലും മറ്റേ തൊട്ടടുത്ത ഭാഗങ്ങളിൽ ആനയുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മുടെ സ്റ്റാഫും നാട്ടുകാരും കൂടിയിട്ട് ഇവിടെ ഇതേ ആനേനെ നമ്മൾ ഓടിച്ച് കാട്ടുകയറ്റി വിട്ടതാണ്. പിന്നെ അതിന് ശേഷം നമ്മളിത് ഒരു 3-3.5 ആയപ്പോൾ വീണ്ടും വന്നിട്ടുള്ള ഒരു ആനയാണ്. അപ്പോൾ അത് ഈ ടോയ്ലറ്റ് പുറത്താകുമ്പോൾ ആ വെളിച്ചില്ലാത്ത സമയത്ത് ഉണ്ടായ ഒരു ദൗർഭാഗ്യമായിട്ടുള്ളൊരു സംഭവമാണ് അത്. അപ്പോൾ നമ്മൾ നോക്കട്ടെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് റെയിൽ ഫെൻസിങ് നമ്മൾ പ്രപ്പോസൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് തൂക്കുവേലിക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഈ കുറച്ചും കൂടി ഒരു നല്ല രീതിയിൽ നമുക്ക് ഒരു സംയുക്തമായിട്ട് സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഒരു സംയുക്തമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ല, അത് ഓൾറെഡി കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ആകെ ഒരു 200 മീറ്ററിന് താഴെയാണ് ഈ പറയുന്ന കാട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി കയറ്റി വിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ കയറ്റിയതാണ്. പിന്നെ വീണ്ടും ഇറങ്ങി വരുന്നതാണ്. ആളുകൾ പറയുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടാൻ വനവകുപ്പിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു. നമ്മളിപ്പോൾ ഒരു ആന എന്ന് പറയുമ്പോൾ അത് കിലോമീറ്ററോളം നടന്നു വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉൾക്കാട് എന്ന് പറയുമ്പോൾ ഇല്ല, അത് നിർദ്ദേശങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇവിടുത്തെ ജനങ്ങളും ഉണ്ട് നമ്മളുടെ കൂടെ ആന ഓടിക്കുമ്പോൾ. അപ്പോൾ അത് അവർ വികാരപരമായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ അഭിപ്രായം പറയാനില്ല. നമുക്ക് ചെയ്യാൻ പറ്റും. RDO വരണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. വിവരം അറിയിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം? ഇല്ല, അപ്പോൾ തഹസിൽദാർ വരുന്നുണ്ട്. അപ്പോൾ തഹസിൽദാർ വന്നു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് ഒന്നും കൂടിയും അവർ ഇത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെഡിയാണ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും. അല്ല, അത് നമ്മൾ കൊടുക്കും. പക്ഷെ അതല്ലല്ലോ, നമ്മളിപ്പോൾ ഒരു മനുഷ്യജീവൻ പോവാന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യമാണ്. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 100% കൊടുക്കും. അത് ഇന്ന് തന്നെ കൊടുക്കും. ആക്രമണം ഉണ്ടാവാതെ ഒരു ജീവൻ പോലും നഷ്ടമാവാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പാലക്കാട് DFO ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള വ്യക്തിയുടെ വീട്ടുമുന്നിൽ ഇപ്പോഴും നാട്ടുകാർ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവരെ മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ മുണ്ടൂരിലെ CPMൻ്റെ പ്രവർത്തകർ ചേരുന്നുണ്ട്. ഇവരെല്ലാം അലൻ കഴിഞ്ഞ ഏപ്രിലിൽ മരണപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സമയത്ത് വലിയ പ്രതിഷേധവുമായി എത്തിയ ആളുകളാണ്. ഏതായാലും കളക്ടർ എത്തട്ടെ അല്ലെങ്കിൽ RDO എത്തട്ടെ, ശേഷം മാത്രം ഇത് ദാരുണമായൊരു സംഭവമാണ്. കാരണം കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 9 പേരാണ് ഈ മലമ്പുഴ മുതൽ മുണ്ടൂർ വരെയുള്ള പഞ്ചായത്തുകളിൽ മരണപ്പെട്ടത്. 2 മാസം മുമ്പാണ് ഇപ്പോൾ അലൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരണപ്പെട്ടത്. 2 വർഷം മുമ്പ് DFO ഓഫീസിന് ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ശിവരാമൻ എന്ന് പറയുന്ന കർഷകൻ കൊല്ലപ്പെട്ടത്. അന്ന് ഞങ്ങൾ വലിയ പ്രക്ഷോഭം നടത്തി. അന്ന് ചില ഡിമാൻഡുകൾ പറഞ്ഞിരുന്നു, അംഗീകരിച്ചു. RDO കളക്ടറൊക്കെ വന്ന് അംഗീകരിച്ച കാര്യങ്ങളാണ്. റെയിൽ ഫെൻസിങ്ങും അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ്ങും മതിൽ കെട്ടാം, അതിനുള്ള ഫണ്ടും ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പ്രായോഗികമായി നടക്കാത്തതാണ് ഇത്തരത്തിലൊരു കാഷ്വാലിറ്റിക്ക് കാരണം. ഇപ്പോൾ ഇവിടെ മരിച്ചതിൻ്റെ തൊട്ടപ്പുറത്താണ് ബേബി എന്ന് പറയുന്ന ഒരാൾ 1 വർഷം മുമ്പ് ആന ചവിട്ടി മൃതശരീരമായി കിടക്കുകയാണ്. ഒന്നിനും പറ്റില്ല, എണീക്കാൻ പറ്റില്ല, തീരെ കിടപ്പാണ്. വലിയ അനാഥമായി ആ കുടുംബം. ഇങ്ങനെ നിരവധി ആളുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ട് ആന വരുന്നു എന്ന് പറഞ്ഞ് വനംവകുപ്പിലേക്ക് വിളിക്കുമ്പോൾ അവർ എത്തുന്നുണ്ട്. പക്ഷേ പടക്കം പൊട്ടിച്ചുകൊണ്ട് മാത്രം ആന കയറിപ്പോവില്ല. PT7 പിടിച്ചതുപോലെ മയക്കുവെടി വെച്ച് അതിനെ തുരുത്തി നിയന്ത്രണത്തിലാക്കാനുള്ള അടിയന്തരമായ ഇടപെടലാണ് നടക്കേണ്ടത്. RDOയും കളക്ടറും ഇവിടെ വരുമെന്ന് പറയുന്നുണ്ട്. ആ ഒരു തീരുമാനമായതിനു ശേഷം മാത്രമാണ് ഇവിടെ മൃതദേഹം എടുക്കാൻ കഴിയൂ എന്ന നിലപാടിലാണ് ഞങ്ങളുള്ളത്. വലിയ പ്രതിഷേധത്തിനാണുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടുടമയാണ് ഇന്ന് പുലർച്ചെ 3:30 ഈ കാട്ടാന ആക്രമിക്കുന്നത്. പുലർച്ചയോടുകൂടി ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഈ സമയത്താണ് ഈ വീട്ടുടമയായിട്ടുള്ള കുമാരനെ ആന ആക്രമിക്കുന്നത്. ഏതായാലും ഇപ്പോഴും കുമാരൻ്റെ മൃതദേഹം ഈ വീട്ടിൽ തന്നെ, ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് ഉള്ളത്. ആന ആക്രമിച്ച അതേ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഏതായാലും RDOയും കളക്ടറും എത്തണം. ഈ ആനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത് തടയാൻ വേണ്ടി റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊരു തീരുമാനം
തീരുമാനം ഉണ്ടാവണം. അല്ലാതെ മൃതദേഹം കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും തീരുമാനം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.